ഇപ്പോൾ നമ്മൾ കാണുന്നത് മലയാളം സിനിമയിലെ വളരെ പ്രശസ്തരായിട്ടുള്ള രണ്ട് നടിമാരാണ്. ഈ രണ്ട് നടിമാരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഇന്ത്യ കണ്ട ഒന്നാമത്തെ ബലാത്സംഗ കൊട്ടേഷൻ മലയാള സിനിമയിൽ ഉണ്ടാവാനായിട്ടുള്ള കാരണം. ആരോപിക്കപ്പെട്ട നടൻ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയുമായിട്ട് ജീവിക്കുമ്പോൾ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ സഹപ്രവർത്തകയുമായിട്ട് പുതിയൊരു ബന്ധം തുടങ്ങി. അവരുമായിട്ട് ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടാൻ തുടങ്ങി. അവർ ഇദ്ദേഹത്തിൻ്റെ കീപ്പായിട്ട് കുറേ നാൾ കൊണ്ടു നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആക്രമിക്കപ്പെട്ട നടി ഇതിനെക്കുറിച്ച് അറിയുകയും ഈ രഹസ്യം രണ്ടാമത്തെ ഭാര്യയോട് വന്ന് പറയുകയും ചെയ്തത്. അങ്ങനെയാണ് ആ പ്രശ്നം ആ നടൻ്റെ ജീവിതത്തിൽ തുടങ്ങുന്നത്. ആ നടനത് അപകർഷതാബോധമായി നടന്ന സംഭവമാണ് പറഞ്ഞത്. പക്ഷേ അയാളത് വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ചു. ഇവർ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. ആ നടിയുടെ ഒരുപാട് അവസരങ്ങൾ ഈ നടൻ ഇല്ലാതാക്കി. അതിൻ്റെയൊക്കെ പുറകെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ നടൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള മൂന്നാമത്തെ ഭാര്യയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാവരും കൂട്ടുകാരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാനുള്ള പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ പറഞ്ഞു തീർത്തിരുന്നെങ്കിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഒരു നടിയുടെ ജീവിതം തന്നെയാണ് എന്നേക്കുമായി ഇല്ലാതാക്കിയത്. സത്യം ഒരു ദിവസം തെളിഞ്ഞു വരും. ധർമ്മസ്ഥലയിലെ കൊലപാതക ബലാത്സംഗ പരമ്പരകൾ പുറത്തേക്ക് വന്നതുപോലെ സത്യം ഒരു ദിവസം വരും. എത്ര പണവും പ്രതാപമൊക്കെ ഉണ്ടെങ്കിലും നിയമം ഒരു ദിവസം അനുകൂലമായി വരും. സത്യമേ ജയിക്കൂ. അപ്പോൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ ഇവർക്ക് പറ്റാഞ്ഞത് കൊണ്ടാണ് അത് ഇത്ര അധപ്പതിച്ച രീതിയിൽ അത് കൈകാര്യം ചെയ്യപ്പെട്ടത്. ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പരിഹരിക്കില്ല. അത് പരിഹരിക്കാത്തതുകൊണ്ട് അത് മറ്റുള്ളവരെയാണ് ബാധിക്കുന്നത്. ആ ശാപം പേറിക്കൊണ്ട് ഇവർക്കിനി ജീവിക്കേണ്ടി വരും. കാരണം പ്രശ്നം പരിഹരിക്കാത്ത അനാസ്ഥ കാരണം ഒരു നടിയുടെ ജീവിതമാണ് ഹോമിക്കപ്പെട്ടത്. അവരുടെ ജീവിതം തകർക്കപ്പെട്ടു. മടങ്ങി വരാൻ പറ്റാത്ത മാനസിക മുറിവുകൾ അവരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. സിനിമയിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ കഴിവില്ലാത്ത ടീമുകളാണ് സിനിമാ മേഖലയിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.